2011 ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലം പത്തനംതിട്ട കളക്ടറേറ്റിന് മുമ്പിൽ LDFിൻ്റെ ഒരു വലിയ പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. അന്ന് ആദ്യം സംസാരിച്ചയാൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് K. അനന്തഗോപൻ. രണ്ടാമത് സംസാരിച്ച ആളെ എനിക്കത്ര വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഈ പരിപാടി കവർ ചെയ്തതിന് ശേഷം യൂണിറ്റ് ഓഫീസിലേക്ക് പോകുന്നു. എനിക്ക് വീട്ടിൽ വരെ ഒന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്താണ് പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പം ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി മുൻപോട്ട് പോകുമ്പം നീല വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് ഈ രണ്ടാമത് സംസാരിച്ച നേതാവ് നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി, സഖാവെ കയറൂ, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ സഖാവ് കയറൂ, എന്തായാലും എൻ്റെ ബൈക്ക് ഉണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്, ഞാൻ സഖാവെ കൊണ്ട് ഓഫീസിൽ വിടാം. വളരെ സ്നേഹത്തോടെ എൻ്റെ ബൈക്കിന് പിന്നിൽ കയറി ഞങ്ങൾ പത്തനംതിട്ട ടൗണും കഴിഞ്ഞ് കണ്ണങ്കരയിൽ ഉള്ള CPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ട് വിട്ടു. അതിനുശേഷമാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് പേര് ചോദിച്ചു. ഞാൻ പേരും എൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പരിചയപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോൾ പറഞ്ഞു, എൻ്റെ പേര് P. പ്രസാദ്, CPയുടെ ജില്ലാ സെക്രട്ടറിയാണ്, ഇനി ഇവിടെ ഉണ്ടാകും, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പല സ്ഥലങ്ങൾ കയറി, പല സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി അങ്ങ് പോയി. പിന്നീട് അങ്ങനെ വിളിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പിന്നീട് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം വേണമായിരുന്നു എന്ന് പറഞ്ഞാണ് പ്രസാദേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പറഞ്ഞ നിമിഷം തന്നെ തിരിച്ചുള്ള മറുപടി ഷാനൂസിക്ക് പോര് എന്നായിരുന്നു. അത് ചെറുതല്ലാത്ത സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഉണ്ടാക്കിയത്. ദ ഫോർത്തിൻ്റെ പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട മിനിസ്റ്റർ സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏതാണ്ട് അവസാന മാസങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 5 വർഷം എന്ന് പറയാം, 5 വർഷം അടുക്കുന്നു. അപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തെ എങ്ങനെയാണ് മിനിസ്റ്റർ അടയാളപ്പെടുത്തുന്നത്? മിനിസ്റ്റർ, ഞാൻ കഴിഞ്ഞ ദിവസം വീണ ജോർജിനോട് ചോദിച്ച പോലെ തന്നെ, ഒരു പ്രോഗ്രസ് കാർഡ് എൻ്റെ മുൻപിലേക്ക് വെക്കാൻ തയ്യാറായാൽ അതിലെന്തൊക്കെ ഉണ്ടാവും? അതിൽ ഒന്നാമത്തത് എന്തായിരിക്കും? കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞ നാളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലവും. അതൊരു ചെറുതല്ലാത്ത അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഈ മേഖലയ്ക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 5 കൊല്ലക്കാലം അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് എനിക്കും കുറേയേറെ കാര്യങ്ങൾ ഈ കാലത്ത് ചെയ്യാനായി എന്നുള്ളതാണ് ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം. പ്രോഗ്രസ് കാർഡിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതേവരെയും ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൃഷിയുടെ കാര്യത്തിൽ നട്ടു, പരിചരണം കൊടുക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു. ഇതാണ് കൃഷിയിൽ നമ്മൾ അനുവർത്തിച്ചു പോരുന്ന, കണ്ട് ശീലിച്ചതും ചെയ്ത് ശീലിച്ചതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പരിപാടി. ഇതിനകത്തു നിന്ന് കർഷകന് വലിയ വരുമാനം കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാതെ പോകുന്നൊരു കാര്യവുമാണ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കണം, ഇരട്ടിയാക്കണം, 2 ഇരട്ടിയാക്കണം, 3 ഇരട്ടിയാക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് പറയുന്നതിന് ഈ വിളവ് എടുത്ത് ആ വിള വിൽപ്പന നടത്തിയത് കൊണ്ട് മാത്രം കഴിയുന്നില്ല. ചിലപ്പോഴൊക്കെ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ കർഷകന് മെച്ചപ്പെട്ട വില കിട്ടും. വില കുറയുമ്പോഴേക്കും കർഷകന് വലിയ പ്രയാസമാവുകയും ചെയ്യും. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനോട് പ്രാധാന്യം കൊടുക്കണം. സെക്കൻഡറി അഗ്രികൾച്ചറിലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരിക. ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് ഇത് എത്തിക്കുക, സംഭരിച്ച് വെക്കുക, സംസ്കരിച്ച് വെക്കുക. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് വില ഇല്ലാത്തൊരു സമയത്താണ് ഈ ഉൽപ്പാദനം നടക്കുന്നതെങ്കിലും വിളവെടുക്കുന്നതെങ്കിലും അത് സൂക്ഷിച്ചു വെച്ചിട്ടും മറ്റിടങ്ങളിലേക്ക് എത്തിച്ചും അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ആക്കിയും ഇതിനെ മെച്ചപ്പെട്ട ഇടത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളൊരു പദ്ധതി പ്ലാൻ ചെയ്യുകയും 2026 ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് ഒരു നല്ല പരിധി വരെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ കാർഷിക മേഖലയിലെ വളർച്ച 2.1 എന്ന് കാണിക്കുമ്പോൾ അതേ കണക്കെടുക്കുന്ന വർഷം തന്നെ കേരളത്തിൽ 4.65ആണ്. ഈ വലിയ ഒരു മെച്ചത്തിലേക്ക് കേരളം എത്തിയത് ഒരു വലിയ, പിന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഇത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഇറങ്ങിയ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, കൃഷിക്കൂട്ടങ്ങളുണ്ട്, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഒരു വലിയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചു. അതൊരു ഗവൺമെൻറ് തുടങ്ങിവിട്ടപ്പോൾ എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒന്നായിരുന്നില്ല. അത് എല്ലാവരെ കൊണ്ടും കൃഷി ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്.
എല്ലാവർക്കും ഒന്നും കൃഷി ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ എന്നാൽ സാധ്യമാവുന്നിടത്തോളം ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങേണ്ടത് അനിവാര്യമാണ്. ആ അനിവാര്യത വെച്ചിട്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാ പഞ്ചായത്തിലും പരിപാടി കാണുന്നു. ആ പരിപാടി കാണുന്നു വളരെ കളർഫുള്ളായിരുന്നു, ഘോഷയാത്രകൾ. അവിടെ കൊണ്ട് തീരുമെന്നാണ് ചിലപ്പോൾ കൃഷി വകുപ്പിലുള്ളവരും കരുതിയിരുന്നത്. ഞങ്ങൾ ഇതിനനുസരിച്ച് കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കർഷകരുടേതായ ഗ്രൂപ്പുകളാണ്. ഇത് കേരളത്തിലും ഇന്ത്യക്കും തന്നെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. നമുക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് കർഷകർ ഇത്തരം കൂട്ടായ്മ ഉണ്ടായിക്കോളും? നേരത്തെ ഉണ്ടായ അനുഭവ സമ്പന്നരായ കർഷകരുണ്ട്, അതോടൊപ്പം തന്നെ പുതുതായി കൃഷിയിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ട്. ഇങ്ങനൊരു കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ 10,000 കൃഷിക്കൂട്ടങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പം 23,000-ലധികം കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിലുണ്ട്. അതിനൊരു ഫെഡറേഷനായിട്ട് മാറുന്നുണ്ട്. അതിലൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിന് സംവിധാനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൃഷിക്കൂട്ടങ്ങളുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങൾ എന്ത് ചെയ്യും? എല്ലാ കൃഷിക്കൂട്ടങ്ങളുടെ രാവിലെ ഇറങ്ങി കൃഷിയിലേക്ക് ഇറങ്ങണം. അതൊന്നും അല്ല അതിൻ്റെ പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളതിനെ ആസൂത്രണം ചെയ്തത് കുറച്ച് കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദന രംഗത്തേക്ക് നിൽക്കുന്നു, മറ്റു ചിലവ ഇതിൻ്റെ വിപണനത്തിന് വരുന്നു, ചിലത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നിൽക്കുന്നു, ചിലതെല്ലാം ഇതിനാവശ്യമായ തൊഴിൽ മറ്റു കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ വേണ്ടി അതിന് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കൃഷിക്കൂട്ടങ്ങൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ആ കൃഷിക്കൂട്ടങ്ങൾ ഏറെക്കുറെ നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ളതല്ല, എന്നാൽ ഈ കാലങ്ങൾ കൊണ്ട് ഇതിനൊരു അടിത്തറയിടാനും അതിനെ മേപ്പോട്ട് കൊണ്ടുവരാനും ഇതിനെ ആ അർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് പലരും മറ്റ് നെഗറ്റീവ് കാര്യങ്ങൾ തേടി പോകുമ്പോൾ ഇത്തരം പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന അവസരത്തിലേക്ക് ആർക്കും അതങ്ങോട്ട് പക്ഷേ എന്നാൽ ഗൗരവതരമായി ഉൾക്കൊള്ളുന്നവരുണ്ട്. നമ്മൾ പല കൃഷിക്കൂട്ടങ്ങളും നിങ്ങൾ പോയി നോക്കൂ, അവർ മാർക്കറ്റിലേക്ക് എത്തിയത്, അവരെങ്ങനെയാണ് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്ക് ചക്ക അല്ലെങ്കിൽ നേന്ത്രക്കായോ ഒരിടത്തിൽ ചിപ്സ് ആക്കുമ്പോഴേക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി, വിലയും കൂടുതലാണ്. നമുക്ക് ഒരു ഏത്തക്കൊലയും കൊണ്ട് ഒരാൾ ഒരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ മാർക്കറ്റിൽ അവിടെ നിൽക്കുന്നില്ല വില പറയുന്നത്. നമുക്കൊരു വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുന്നു ആ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിച്ചത് ഉൽപ്പാദിപ്പിച്ചവരാണ്. ഷാനോസും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടും എൻ്റെ മുണ്ടും നിങ്ങളുടെ പാൻറ്റും നിങ്ങളുടെ ഷൂവും എൻ്റെ ചെരുപ്പും നമ്മുടെ രണ്ടാളുടെയും കണ്ണടയും നമ്മൾ വാങ്ങിച്ചതാണ്. ഇതെല്ലാം വാങ്ങിക്കാൻ നമ്മൾ ചെന്നപ്പോൾ അവർ വില പറഞ്ഞു, ആ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചു. അല്ലെങ്കിൽ അവർ ഡിസ്കൗണ്ട് തന്നെങ്കിൽ ആ ഡിസ്കൗണ്ട് ഉൾപ്പെടുത്തി നമ്മൾ വാങ്ങിച്ചു. എന്നാൽ ഇത് ഏത് ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരാണ് അതിന് വില ചെയ്യുന്നത്. ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ കടകൾ തിരിഞ്ഞു മറിഞ്ഞ് ചിലപ്പോൾ ബോംബെയിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം തിരുവനന്തപുരം മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കടയിലേക്ക് എത്തുമ്പോൾ അവർക്കുള്ള ലാഭവും എല്ലാം കൂടി കണക്കെടുത്തിന് വില ഉണ്ടാവില്ല. ആ വിലയെ അവർ നിശ്ചയിക്കുന്നത് എന്ന് പറയും. എന്നാൽ അങ്ങനെ നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, അത് കർഷകരാണ്. ഞാൻ എൻ്റെ ഒരു 2 ഏത്തക്കൊലയായിട്ട് ചെല്ലുന്നു, വില നിശ്ചയിക്കുന്ന ആരാണ്? വാങ്ങിക്കാൻ വരുന്ന ആളാണ്. ഇത് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കുറേ പാവയ്ക്കായുമായിട്ട് ചെല്ലുന്നു, വില നിശ്ചയിക്കുന്ന ആരാണ്? മാർക്കറ്റിനെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരാണ്. നമുക്ക് ഒറ്റയടിക്കല്ല ഇത് മാറട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കത് മാറില്ല. അവിടെ എനിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൃഷിക്കാർക്ക് എങ്ങനെയാണ് ചെയ്യുക? ഞാൻ കൊണ്ടുപോകുന്ന ഏത്തക്കൊലയെ ഞാനതിനെ ഒരു ഏത്തക്കാ പൊടിയോ ഞാൻ അതിനെ ചിപ്സോ മറ്റെന്തെങ്കിലുമൊക്കെയോ ആക്കിയിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ആക്കി കഴിയുമ്പോൾ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഞാനാണ്, വാങ്ങിക്കാൻ വരുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെ വില നിശ്ചയിക്കാനുള്ള അവകാശം കിട്ടുന്നുള്ളത് മാത്രമല്ല, ആ വില ഉയരുന്നുമുണ്ട്. ഈ ഉയർച്ച നമ്മുടെ കർഷകരിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മിക്കവാറും എല്ലാ ഭക്ഷണ സാധനങ്ങളും കൃഷിയിൽ നിന്നുണ്ടാക്കുന്നവരാണ്. നമ്മളൊരു ബേക്കറിലോ മറ്റു കടകളിലോ പോകുമ്പോൾ നിരന്നിരിക്കുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ചിപ്സാണ് മനോഹരമായ പാക്കറ്റിലകത്താക്കി നല്ല പേരൊക്കെ അച്ചടിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മൾ അതിന് ചോദിച്ച പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ചിപ്സ് വാങ്ങിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒറ്റ ഉരുളക്കിഴങ്ങിന് 25 പൈസ പോലും ആ കർഷകർ കിട്ടുന്നില്ല. ഈ പാക്കറ്റ് ചിപ്സിന് 25 രൂപയ്ക്ക് കൂടുതൽ വിലയാവുന്നുണ്ട്. അപ്പം ഇതാരാണ് ഈ പൈസ കൊണ്ടുപോയതല്ല? ഇതിനകത്ത് നിൽക്കുന്ന ഈ ഉണ്ടാക്കിയ കമ്പനിയാണ് കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ ഇത് കർഷകന്റെ ഉൽപ്പന്നം ഇല്ലെങ്കിൽ ഈ ചിപ്സ് ഇല്ല. പിന്നെ അത് ചേരുവ ചിലപ്പോൾ ഒരു വെളിച്ചെണ്ണയോ ഉപ്പും മുളക് പൊടിയും മാത്രമാണ്. പിന്നെ ഇടനിലക്കാരും ഇടനിലക്കാരും ഉണ്ടാവും. പക്ഷെ എന്നാൽ ഇവിടെ എന്തുകൊണ്ട് കർഷകൻ ഇത് ഉണ്ടാക്കിക്കൂടാ? കർഷകൻ ഇത് ഉണ്ടാക്കി വിൽക്കണം. നമുക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ യാതൊരു തരത്തിലുള്ള മായവും ചേരാണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ നമ്മുടെ നാട്ടിലും മറുനാട്ടിലും വിപണിയുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് കണ്ടത്.
ഞങ്ങൾ അതിനെ തീരുമാനിച്ചു, നമുക്കിത് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഇറക്കാൻ തീരുമാനിക്കുന്നതുകൊണ്ടേ അതിനൊരു പേര് വേണ്ടേ. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ പേരിട്ടിട്ട് ഒരു ഷാനോസ് ഉണ്ടാക്കുന്നതിന് ഷാനോസ് എന്നും പ്രസാദ് ഉണ്ടാക്കുന്നതിന് പ്രസാദ് എന്നും പേരിട്ടിട്ട് മാത്രമായി കഥയില്ല. ഒരു പൊതു ബ്രാൻഡ് നെയിം ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ബൗദ്ധിക സ്വത്തവകാശ നിയമം അനുസരിച്ചിട്ട് IPR ആക്ട് അനുസരിച്ചിട്ട് കേരള ഗവൺമെൻറ് ഒരു പേര്, കൃഷി വകുപ്പ് ഒരു പേര് രജിസ്റ്റർ ചെയ്തു. അത് കേരള ഗ്രോ എന്നുള്ളൊരു പേരാണ്. ഈ പേര് ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തി കർഷകർക്ക് സൗജന്യമായി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ഏതാണ്ട് ഞാൻ അതിന് തീരുമാനിച്ച ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണത് 1076 കൃഷിഭവനുണ്ട്. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 1000 കൃഷിഭവനിലെങ്കിലും ഉണ്ടാവുമല്ലോ എന്നാലോചിച്ചു. അപ്പോൾ ഒരു 1000 വെച്ച് നോക്കാം, ഒരു 500എങ്കിലും ഉണ്ടാവും എന്ന് വെച്ചു. ഇപ്പോൾ കേരളത്തിലെ 1076 കൃഷിഭവനുകളിൽ നിന്നായി 4000-ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. അടിപൊളി. ഈ 4000-ഓളം ഉൽപ്പന്നം എല്ലാത്തിനും ഞങ്ങൾ കേരള ഗ്രോ ബ്രാൻഡ് കൊടുത്തിട്ടില്ല. 1500-ലധികം ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഘട്ടമായി. അടുത്ത ഘട്ടം ഇതിൻ്റെ പാക്കിംഗ് ആണ്. നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പാക്കിംഗ് ആണ്. പാക്കിംഗ് നമ്മൾ എടുത്ത് നോക്കും. നമ്മുടെ നമ്മുടെ തുണി എടുക്കാൻ പോകുമ്പോൾ പോലും കണ്ട് നമുക്കൊരു കൊതി വരും. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മനസ്സ് മൊത്തോടെ നിൽക്കുകയായിരിക്കും, അത് വാങ്ങിക്കാൻ ഒത്തില്ലല്ലോ, പക്ഷെ അത് തുണി കൊള്ളത്തില്ല, അല്ല അതങ്ങ് എടുക്കായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു പാക്കിംഗ് ഒരു ഘടകമാണ്. എവിടെയാണ് ഒരു കർഷകർക്ക് പരിശീലനം കൊടുക്കാൻ പറ്റുക? നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ചൂടുള്ളൊരു സാഹചര്യത്തിൽ അടിച്ച് ഇവരെ ഒരു സ്റ്റിക്കർ പണി ഒട്ടിച്ച് ഇതൊന്നും കൊണ്ടൊന്നും മാർക്കറ്റിൽ നമുക്ക് ഇതാവില്ല. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന എക്സിബിഷനിലൊക്കെ പ്രദർശിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ തന്നെ അത് കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ചിലരൊക്കെ മാത്രമാണ് ഇത് മനസ്സിലാക്കി എടുക്കുന്നില്ല. ഒരു പാക്കിംഗ് ഒരു ഘടകമാണ്. ഞങ്ങൾ അതിനാലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ആണ്. IIP മുംബൈയിലാണ്. IIT പോലെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനമാണ് IIP മുംബൈ. അപ്പോൾ ഞങ്ങൾ IIPയുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ അവരുമായിട്ട് MOU ഒപ്പുവെച്ചു. എന്നിട്ട് ഞങ്ങൾ കേരളത്തിൽ ചെയ്ത് 1000-കണക്കിലധികം കർഷകർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ പരിശീലനം കൊടുത്തു. എല്ലാ ജില്ലകളിലും പരിശീലനം കൊടുത്തു. അപ്പോൾ എങ്ങനെ പാക്കിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണമെന്നുള്ള കർഷകനെ തള്ളിവിടുമല്ല. ഞങ്ങൾ അതിന് ഈ പറയുന്നതിനകത്ത് കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അവർക്ക് പിന്തുണ കൊടുത്തു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിനൊരു ബ്രാൻഡ് നെയിം കൊടുത്തു. ആ ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് പാക്കിങ്ങിൽ ഞങ്ങൾ പരിശീലനം കൊടുത്തു. ഇപ്പോഴും പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വശത്തേക്ക് എത്തിയില്ല. ഇത് വിൽക്കണ്ടേ? ഇത് വിൽക്കാനെന്താ സംവിധാനം? ഇത് വിൽക്കാൻ ഓൺലൈനിൽ കയറ്റാൻ പറ്റുമോ? നമുക്ക് സാഹസികമായിരുന്നു. ഞങ്ങളങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ഏതാണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ എത്തി. അത് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു കൃഷി വകുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഈ തരത്തിൽ ഓൺലൈനിലേക്ക് എത്തുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എത്തി. ഇപ്പോൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എത്തുമ്പോൾ വിലയിൽ ചില ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ വലിയ വലിയ കമ്പനിക്കാരുടെ ഉൽപ്പന്നം നമ്മളത് മനസ്സിലാവാതെ പോകുന്നുള്ളേ ഉള്ളൂ. അത്രയും വില നമുക്ക് വേണ്ടി വരും. നമുക്ക് ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽസ് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർഷകർ നഷ്ടം സഹിച്ചിട്ട് ഓൺലൈനിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ചിലരെല്ലാം പറഞ്ഞ് നമുക്ക് അങ്ങനെയല്ല, ആ മാർക്കറ്റ് കൊണ്ട് മാത്രം ശരിയല്ല. അപ്പോൾ വിലയിൽ നമുക്ക് വലിയ വ്യത്യാസം വരുന്നുണ്ട്, വലിയ കൂടുതൽ വരുന്നുണ്ട്. അത്രയും കൂട്ടണമെന്ന് ഖത്തർ തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഒരു മാർഗമെന്ന് ആലോചിച്ചു. ഞങ്ങൾ ആലോചിച്ച് നോക്കിയ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്താൻ ഒരു ഷോപ്പ് ഉണ്ടാക്കിയാൽ എന്താ എന്നാലോചിച്ചു. നമുക്ക് ഒരുപാട് കമ്പനികളുടെ ബ്രാൻഡഡ് ഷോപ്പുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം പല ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് അവരുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ആയിരിക്കും. ആ ഉൽപ്പന്നം മാത്രമേ, ആ കമ്പനിയുടെ ഉൽപ്പന്നം മാത്രമേ. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് 14 ജില്ലകളിൽ 14 കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ചെറിയ പൈസ കൊടുക്കും. സർക്കാർ നേരിട്ട് നടത്താൻ പോകണ്ട. കൃഷിക്കൂട്ടങ്ങളുണ്ട്, FPOകളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. തിരുവനന്തപുരത്തൊരു കൃഷിക്കൂട്ടമാണ് ഉള്ളൂർ അത് നടത്തുന്നത്. കൊല്ലത്താണെങ്കിൽ ഉളിയക്കോട് സർവീസ് സഹകരണ ബാങ്കാണ് അത് നടത്തുന്നത്. പാലായിലാണെങ്കിൽ പാലാ സാന്തോം എന്ന് പറയുന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്, ഒരു FPO ആണ്. പാലാ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള FPO ആണ്, അവരാണ് നടത്തുന്നത്. അപ്പോൾ അതിമനോഹരമായ ഷോപ്പുകളൊക്കെ നമ്മൾ എയർ കണ്ടീഷൻഡ് ഷോപ്പ് എല്ലാം ഇതൊക്കെ റെഡിയാക്കിയിട്ടിട്ട് അവിടെ നല്ലവണ്ണം ഈ പറയുന്നതെല്ലാം വെക്കുമ്പോൾ ആൾക്കാർക്കൊരു ഉണ്ട്. ഇത് ഈ മാർക്കറ്റ് ഇത് അതുകൊണ്ടെല്ലാം ആയതല്ല. സമാനമായ രീതിയിൽ മറ്റ് സ്ഥാപനങ്ങൾ ഇടപെട്ടും സഹായിച്ചും നമുക്കിതിനെ നല്ലവണ്ണം എത്തിക്കണം. കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തേക്കും കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ പോകുന്ന തരത്തിലേക്ക് എത്തി വലിയ ഒരു സഹായമാണ്. ഇത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കർഷകർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു മെച്ചം ചെറുതല്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ എല്ലാം പറഞ്ഞ ഞങ്ങൾ ഇതല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ കാണുകയാണ്. ഈ മെച്ചമെല്ലാം ഈ കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്കിതിനെല്ലാം
ഒരു ഇടപെടൽ നിൽക്കാൻ ഞങ്ങൾ നോക്കിയത് നമുക്കൊരു ഇതിനൊക്കെ രംഗത്തെ കൊണ്ടുവരാൻ പാകമാകുന്ന ഒരു സംവിധാനം വേണം. അതിനൊരു കമ്പനി ആവശ്യമാണ്. ഞങ്ങൾ കേരള അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചു. സിയാൽ മോഡലിൽ ഒരു അഗ്രോ ബിസിനസ് കമ്പനിക്ക് രൂപം കൊടുത്തു, കാപ്കോ. ഇന്ന് കേരളത്തിൽ അത് യാഥാർത്ഥ്യമായി. അത് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു സംവിധാനം വരുന്നത്. കാപ്കോ എന്തെല്ലാം ചെയ്യും? കാപ്കോ കർഷകർക്ക് ഇത്തരത്തിൽ സഹായങ്ങൾ, അവർക്കുള്ള ഒരു സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പരിശീലനങ്ങൾ, B2B മീറ്റുകൾ, ഞങ്ങളതൊക്കെ വൈഗയുടെ ഭാഗമായി നടത്തി നോക്കിയതാണ്. B2B ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു നിൽക്കുന്നതല്ലായിരുന്നു. അപ്പുറത്തേക്ക് ഞങ്ങൾ B2B നടത്തി. അതിൻ്റെ ഓരോ ഇടങ്ങളിൽ ഞങ്ങളത് നടത്തി. വലിയ സാധ്യതകളില്ലാതെ കരുതുന്ന ഇടങ്ങൾ ഹരിപ്പാട് അത് നടത്തുകയാണ്. അപ്പോൾ നടത്താൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ശ്രീ രമേശിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഹരിപ്പാട് എത്രയാവുമെന്ന് അറിയില്ല. ആലപ്പുഴ നമ്മൾ ആദ്യം നടത്തുകയാണ്, ഹരിപ്പാടാണത്. വലിയ മെച്ചമായിരുന്നു ഉണ്ടായത്. വലിയ തരത്തിൽ ആ ജില്ലയിലെ പല ഭാഗം കർഷകരും ഈ വാങ്ങുന്നവരും തമ്മിലുണ്ടായിരുന്ന ഒരു ഇതനുസരിച്ച് വലിയ ഒരു വിൽപ്പന അവിടെ നമുക്ക് അല്ലെങ്കിൽ നടത്താൻ കഴിഞ്ഞു. DPR ക്ലിനിക്ക് അതെല്ലാം ഇപ്പോൾ കാപ്കോയാണ് ചെയ്യുന്നത്. കാപ്കോയുടെ മുൻകൈയിൽ 72 കോടി രൂപ മുടക്കി ആനേറയിലൊരു എക്സിബിഷൻ സെൻറ്റർ, കൺവെൻഷൻ സെൻറ്റർ, എക്സിബിഷൻ സെൻറ്റർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമുക്ക് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് വരുവാണ്. ഇനി നമുക്ക് കൊണ്ടുവരുന്നത് അഗ്രോ പാർക്കുകളാണ്. ആ അഗ്രോ പാർക്കുകൾ നമുക്ക് യാഥാർത്ഥ്യമാവണം. പിന്നെ ഷാനോസിൻ്റെ പ്രദേശത്ത് ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നു, അവിടെ നിന്ന് മാർക്കറ്റില്ല. ആ മാർക്കറ്റില്ലായെങ്കിൽ ചിലപ്പോൾ നേരെ കൊണ്ടുവന്നാൽ അത് പത്തനംതിട്ടയിൽ മാർക്കറ്റ് ഉണ്ടാവും വിചാരിക്കുക. അപ്പോൾ പത്തനംതിട്ട എത്തിക്കണ്ടേ? ആ കർഷകർ എന്ത് ചെയ്യും? കർഷകരെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ? അവർക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ കൃഷിക്കൂട്ടങ്ങൾക്ക് എങ്ങനെയെല്ലാം ഇടാൻ പറ്റും? സഹകരണ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഇടാൻ പറ്റും? ഞങ്ങൾ 14 റഫർ വാനുകൾ കൊടുത്തു. റെഫ്രിജറേറ്റർ വാനുകളാണ്. എല്ലായിടത്തേക്കും വാനം കൊടുക്കാനൊന്നും ഉള്ള സാമ്പത്തികത സർക്കാരിൻ്റെ ഇല്ല. എന്നാൽ ഈ റീഫർ വാൻ നമ്മൾ കൊടുത്തു. ഇങ്ങനെ ചെയ്യാം, സഹകരണ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്നതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്തു നിന്ന് വേറെ ഇടത്തേക്ക് കൊണ്ടുപോവുക. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അവിടെ അന്നേരം പറയുന്ന വില കാത്ത് ഞാൻ കുറേ നേരം നിൽക്കുകയാണ്. എൻ്റെ ഉൽപ്പന്നത്തിന് 10 രൂപ പറഞ്ഞു, ഞാൻ ഇല്ല, എനിക്ക് 15 കിട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇല്ല, അവസാനം പിന്നെ വരുന്ന ആൾ 9 പറഞ്ഞു. ഞാൻ ദയനീയമായിട്ട് 10 കാരണം നോക്കി നിൽക്കുകയാണ്. ഇല്ല, ഞാൻ ചിലപ്പോൾ 9 കൊടുത്തിട്ട് പോകുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞാണ്. മാർക്കറ്റിൽ കൊണ്ട് ചില സാധനങ്ങൾക്ക് പോകുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുന്ന് വേറൊരിടത്തേക്ക് എത്തിച്ചാൽ നമുക്ക് നല്ല വില കിട്ടും. ഇപ്പം ഞങ്ങൾ ചേർത്തല തന്നെ ചീരയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. പക്ഷെ ഒരിക്കലും ചീര നല്ലവണ്ണം കൂടുകയാണ്. ഒരുപാട് ചീരയായപ്പോൾ പ്രതിസന്ധിയാകുക. ഈ കർഷകൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? മെച്ചപ്പെട്ട വിളവ് കിട്ടണേ, എന്താ നല്ല വില കിട്ടണേ. ഇതാണല്ലോ അയാളുടെ പ്രവർത്തനത്തിൻ്റെ. അതിനാണല്ലോ അയാൾ പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം അതിനു വേണ്ടിയാണ്. പക്ഷെ നല്ല വിളവ് കിട്ടുമ്പോഴത്തേക്ക് ആകെ പ്രതിസന്ധിയായി. വിളവ് കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ഘട്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് വിപണനം പ്രയാസമായി, വില കുറഞ്ഞു, ഇവിടെ വിലയില്ല. അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ നേരെ തരണം ചെയ്തു. ഞങ്ങൾ നേരെ ഞാൻ കൊണ്ട് എറണാകുളത്ത് കൊണ്ടുവന്നു. എറണാകുളത്ത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ അത്തരം ഫ്ലാറ്റുകളുടെ അത്തരം വരുന്നുണ്ട്, ചില ഏരിയകളുണ്ട്, അവിടെ ചീരവണ്ടി എത്തും എന്ന് പറയാം. അപ്പോൾ ആ ചീരവണ്ടി എത്തും. ആ ചീരവണ്ടി നിങ്ങൾ അറിയിപ്പെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ആളുകൾക്ക് ചെറിയ അറിയിപ്പെല്ലാം കൊടുത്തു. 2 ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിന്നു. ചീരവണ്ടി ഇങ്ങനെ അവിടെ ചെന്നിട്ട് ചീര ഇങ്ങനെ വിൽപ്പനയാണ് എന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം 10 പേര് കൂടുമ്പോൾ എന്നാൽ പിന്നെ ഒരു പിടി മേടിച്ചേക്കാം. നേരെ പിന്നെ എന്താ ഫ്രഷ് സാധനം വരികയല്ലേ. അപ്പോൾ ഫാം ഫ്രഷ് എന്ന് കൃത്യമായി പറയാൻ വേണ്ടുന്നതാണ്. നേരെ അത് കൊടുത്തു. അത് വന്നിട്ട് നമ്മൾ നാട്ടുമ്പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോയി. ഒരു പ്രാവശ്യം ഞാനവിടെ പോയി, തുടക്കൂടുന്നത് ഞാനവിടെ പോയിട്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ എല്ലായിടത്തും മന്ത്രിയൊന്നും കൊണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത്, ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കുക. ഇങ്ങനെ മാർക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യവും അപ്പം ഒരു പ്രദേശത്ത് ഉൾനാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പട്ടണങ്ങളിലേക്ക് പോലെ എത്തിക്കാൻ ആവശ്യമായ ലോജിസ്റ്റിക്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഈ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി കണ്ട് കാപ്കോയ്ക്കകത്ത് വലിയൊരു റോൾ നിർവഹിക്കാൻ കഴിയും. ഇതൊരു ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനങ്ങളായ പരിപാടിയാണ്. മറ്റൊന്ന് ഞങ്ങൾ കണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നം തന്നെ. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും. പണ്ട് ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നായിരുന്നു പറഞ്ഞു, മനുഷ്യ വന്യജീവി സംഘർഷം. ഇന്നും മനുഷ്യ വന്യജീവി സംഘർഷമല്ല, വന്യമൃഗശല്യം തന്നെയാണ്. അപ്പോൾ ഈ വന്യമൃഗശല്യവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ. നേരത്തെ
ഞങ്ങളുടെ മുമ്പിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെ പദ്ധതി അല്ല. കൃഷി വകുപ്പല്ല ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്, അത് വനം വകുപ്പാണ്. നമ്മളൊരു കൃഷിനാശം ഉണ്ടായാൽ നമ്മൾ നോക്കുന്നത് എത്ര നഷ്ടമുണ്ടായി. ആ നഷ്ടം തിട്ടപ്പെടുത്തിയാൽ സാധാരണ ലഭിക്കുന്ന നഷ്ടപരിഹാരത്തേക്കാൾ 10% തുക കൂടി കൂടുതൽ ഈ തരത്തിൽ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ് വനം വകുപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണക്കെടുപ്പ് കൃഷി വകുപ്പും പണം നൽകുന്നത് വനം വകുപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ തരത്തിലുമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ വന്ന് കയറുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങളല്ല, വനം വകുപ്പാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ അനുഭവമുണ്ട്. എൻ്റെ നാട്ടിൽ കാടില്ലാത്ത സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിലെ കാടില്ല. ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലെ പ്രശ്നം കാട്ടുപന്നിയാണ്. ഇപ്പോൾ കാടില്ല. അപ്പം കാട്ടുപന്നിക്ക് പോകാൻ പാസ്പോർട്ടും വിസയൊന്നും വേണ്ടാത്തതുകൊണ്ടും ലൈസൻസ് വേണ്ടാത്തതുകൊണ്ടും വഴിയിലാരും തടയുന്നില്ലാത്തതുകൊണ്ടും അത് വന്ന് പെറ്റുപെരുകി വലിയ പ്രയാസമായി മാറിയിട്ടുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചത്. നമുക്ക് നമ്മുടെ വകുപ്പിൻ്റെ കാര്യമല്ല, നമ്മുടെ വകുപ്പിൻ്റെ അല്ല എന്ന് പറഞ്ഞ് എത്ര കർഷകർ പറയുമ്പോൾ കൃഷിക്കാരൻ വന്ന് നോക്കുന്നതെല്ലാം നമ്മളോടാണ്. എല്ലാ ഇടങ്ങളിലൊന്നും വനവകുപ്പിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അവരെപ്പോഴും കാണുന്നതും ഇടപെടുന്നതും കൃഷി ഉദ്യോഗസ്ഥരോട്. കൃഷി ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടാവുന്നു. ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ മറ്റുള്ളവർ പറയുന്നു. ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ച എൻ്റെ നാടിൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കൃഷി വകുപ്പ് കൂടി പണം ഇതിനു വേണ്ടി ഇപ്പോൾ 50 കോടിലധികം രൂപ ഞങ്ങൾ ഇതിനോടകം ഈ വന്യമൃഗത്തിൻ്റെ ശല്യം ലഘൂകരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാലും കാലാവസ്ഥ പ്രശ്നമുണ്ട്. ഇപ്പോൾ സമയത്തിനല്ലല്ലോ മഴ പെയ്യുന്നു, വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകും. ഈ വരൾച്ച വന്നാലും മഴയുടെ പ്രശ്നം വന്നാലും കാലം തെറ്റിയുള്ള മഴയും എല്ലാം ആദ്യം ബാധിക്കുന്നത് കർഷകരെയാണ്, കൃഷിയാണ്. കൃഷിയാണല്ലോ ഏറ്റവും പ്രശ്നം നിൽക്കുന്നതല്ല. കാരണം കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒന്നാണ് കൃഷി. സർക്കാർ ജോലി കാലാവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ഒരു ഫാക്ടറിയിലെ ജോലി കാലാവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. വേറെ ഒരു ജോലിയും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ജോലികളും കാലാവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ഒരു കടകൾ വർക്ക് ചെയ്യുന്നത് കാലാവസ്ഥയെ ആശ്രയം. വലിയ മഴയുണ്ട് ചിലപ്പോൾ അടച്ചിട്ട് പോയി, പക്ഷെ എന്നാലും അത് ആ ഒരു ദിവസത്തിൽ അടഞ്ഞു കിടന്നാൽ മതി. അല്ലെങ്കിൽ 2018 പ്രളയം ഉണ്ടായപ്പോൾ നോക്കി ചിലപ്പം പ്രയാസം ഉണ്ടായത് കാണാം. പക്ഷെ എന്നാൽ കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒന്നാണ് കൃഷി എന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും ആദ്യം ബാധിക്കുക കൃഷിയെയും കാർഷിക മേഖലയെയുമാണ്. ഇത് എങ്ങനെ പരിഹരിക്കും? നമ്മളൊക്കെ വന്ന് കയറുമ്പോൾ ഉള്ളൊരു വർഷം സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ട് നിൽക്കുന്നൊരു അവസരത്തിലാണ് ഈ ഗവൺമെൻറ് ചുമതലയെടുക്കുന്നത്. കടുത്ത ഞെരുക്കം അനുഭവിക്കാൻ തുടങ്ങി. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വേണ്ട തരത്തിലുള്ള രീതികൾ ഉള്ള സഹായങ്ങൾ ഇല്ലാണ്ടായി. ഞങ്ങൾ ചോദിക്കുന്നതിൻ്റെ അനുസരിച്ചൊന്നും നമുക്ക് ലഭിക്കേണ്ടത് പോലും ലഭിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കടുത്ത നടപടികളുമായിട്ട് അവർ നിൽക്കുന്നു. പലതവണ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം. ഇത് എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുക? ഏത് പദ്ധതി നടപ്പിലാക്കലും പണം വേണമല്ലോ. കാലാവസ്ഥ ആയിക്കോട്ടെ, വന്യമൃഗങ്ങളുടെ ശല്യമാകട്ടെ, എന്ത് കാര്യം നടപ്പിലാക്കുന്നത് നിങ്ങൾക്കൊരു പണം വേണം. അല്ലാതെ നിങ്ങൾ പോയി നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ടാവില്ല. പദ്ധതിക്ക് നടപ്പിലാക്കേണ്ട ഏത് പദ്ധതിക്കും പണം ആവശ്യമാണ്. ഏത് വകുപ്പിലായാലും പണം ആവശ്യമാണ്. അല്ലാതെ നമുക്ക് മറ്റുള്ള കൂട്ടയോട്ടങ്ങൾ കർഷകരെല്ലാവരും വന്ന് സമ്മേളിച്ച് അങ്ങനെ നടത്തിയിട്ടൊന്നും കാർഷിക മേഖലയിൽ നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവയർനെസ് അല്ല, നമുക്ക് കുറേയേറെ ഇടപെടൽ ആവശ്യമുണ്ട്. ഇടപെടൽ വരുമ്പോൾ നമുക്ക് പണം ആവശ്യമാണ്. ഇതിനുള്ള പൈസ എവിടെ നിന്നാണ്? ഈ കാലാവസ്ഥ അനുകൂലക കൃഷിയിലേക്ക് നമ്മുടെ കേരളം മാറണം. 2018-ൻ്റെയും 2019-ൻ്റെയും ഒക്കെ പാടങ്ങൾ വെച്ച് പിന്നെയും ഉണ്ടായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും എല്ലാം വന്ന് നിൽക്കുന്നിടത്ത് കണ്ടിട്ട് അതിനനുസരിച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ട അനിവാര്യമാണെന്നാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതിയുമായി നോക്കി എവിടെ നിന്ന് പണം ലഭ്യമാകും എന്ന് നമ്മൾ ആലോചിച്ചു. പലയിടങ്ങൾ ഞങ്ങൾ മുട്ടുക എന്ന് പറയുന്നതുപോലെ പലയിടങ്ങൾ ഞങ്ങൾ നോക്കി. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് നോക്കി. ഒരു തരത്തിലും അത്തരമൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ തയ്യാറല്ല. അപ്പം ഞങ്ങളത് വേൾഡ് ബാങ്കിനോട് ഇക്കാര്യത്തിൽ സമീപിച്ചു. ഒരുപാട് ഇതിൻ്റെ വർക്കുകൾ അക്കാര്യത്തിൽ നടന്നു. അതിന് വേൾഡ് ബാങ്കിൽ ഞങ്ങൾ ലോൺ എടുക്കാൻ തീരുമാനിച്ചു. ആ ലോൺ മുഴുവൻ ഞങ്ങൾ തിരിച്ചടക്കേണ്ടതാണ്. ഗവൺമെൻറ് തിരിച്ചടക്കേണ്ട ലോണാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഏത് ലോൺ എടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം മാറൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഇല്ലെങ്കിൽ എടുക്കാൻ പോകില്ല. കടമെടുപ്പിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. പിന്നെ ഒരു വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് എടുക്കുന്നത് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങൾ നമുക്ക് അനുമതി തരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു 1-2 വർഷം ഞങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കത്തിലായി. അങ്ങനെ ഒരു വർഷം മുമ്പ് നമുക്കതിൻ്റെ അനുമതി ലഭിച്ചു. ആ പദ്ധതി കേരളത്തിൽ തുടങ്ങി. 2365 കോടി രൂപയ്ക്ക് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിടാൻ ഈ കാലത്തായി എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഈ 2365 കോടിക്കകത്തിന് 700 കോടിയോളം രൂപ കേരളം നൽകേണ്ട ഒരു മാച്ചിങ് ഫണ്ടായിട്ട് നമ്മൾ നടക്കുകയാണ്. ബാക്കിയുള്ള നമ്മൾ തിരിച്ചടക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. പലിശ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്.
അപ്പോൾ ഈ 2365 കോടി രൂപയുടെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമ്പോൾ 40 കൊല്ലത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ കൃഷി വകുപ്പിൽ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തുകയ്ക്കുള്ളൊരു പദ്ധതി കൃഷി വകുപ്പിൽ നടക്കുന്നത്. അപ്പോൾ കേര പദ്ധതി നടപ്പിലാക്കാനായി ഇപ്പം ഞങ്ങളുടെ വകുപ്പിനകത്തൊരു പ്രശ്നത്ത് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്ന റബ്ബർ കൃഷിയാണ്, ഗ്രാമ്പു അല്ലെങ്കിൽ ഏലം കൃഷിയാണ്, കോഫി കൃഷിയാണ്. പക്ഷേ ഞങ്ങളുടെ വകുപ്പിൻ്റെ കീഴിലല്ല, അത് പ്ലാന്റേഷൻ്റെ ഇതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ റബ്ബർ നേരത്തെ റബ്ബർ ബോർഡായിരുന്നു, ഇങ്ങനെ കോഫി ബോർഡ്, ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ. അവരൊക്കെ തന്നെ സഹായങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞങ്ങൾ കർഷകരെന്ന് വരുമ്പോൾ ഞങ്ങൾ പറയാൻ പറ്റുമോ? റബ്ബർ ഞങ്ങളുടെ അല്ല, കോഫി ഞങ്ങളുടെ അല്ല, ഏലം ഞങ്ങളുടെ അല്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു പോകുന്നതൊരു ശരിയല്ല. ഞങ്ങളതുകൊണ്ട് ഈ 2365 കോടിയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ അതിനകത്ത് നെല്ലിൻ്റെ കാര്യം നോക്കി, തെങ്ങിൻ്റെ കാര്യം വെച്ചു. അവരൊപ്പം തന്നെ റബ്ബർ, ഏലം, കോഫി എന്നിവ ഞങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ട് റീപ്ലാന്റ് നമ്മൾ കർഷകർ അനുഭവിക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. പഴയ റബ്ബർ മാറിയിട്ട് വെട്ടിമാറ്റി പുതിയ റബ്ബർ തൈകൾ നടുക എന്നുള്ളത് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പദ്ധതിന് ഭാഗമായിരുന്നു. ഞങ്ങളിപ്പോൾ ഉടനെ ഈ ജനുവരിയിൽ തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തു തുടങ്ങുക. കേര പദ്ധതി ഔപചാരികമായി കേരളത്തിൽ തുടക്കം കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പദ്ധതി കേരള ചരിത്രത്തിൽ കൃഷി വകുപ്പിനകത്ത് നടപ്പിലാകുന്ന ഇത്രയും കോടിയുടെ പദ്ധതി നടപ്പിലാകുന്ന ആദ്യത്തേതും 40 കൊല്ലത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റും ഈ കാലത്ത് തുടങ്ങാൻ കഴിഞ്ഞുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമായി ഞാൻ കാണുന്നു.